ഹലോ ഗൈസ്, എല്ലാവർക്കും കുറേ നാൾക്ക് ശേഷം വാഴ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളത്തേക്ക് ഞാൻ വീഡിയോ ഒന്നും ഇടാറില്ലായിരുന്നു. കുറേ നാളായിപ്പോൾ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട്. കാരണം പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ പുറകെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാനോ പോസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ പിന്നെ ഒന്ന് വീഡിയോയിലേക്കൊക്കെ ഒന്ന് വരുന്നത്. അപ്പോൾ നേരെ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം റോബ്ലോക്സ് ആണ്. അപ്പോൾ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിൻ്റെ നമ്മളൊരു സ്റ്റോറി ഗെയിമിൽ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് സെറ്റാക്കാം. അത് കുറച്ച് ടഫാണ് സെറ്റാക്കാൻ. ഒരു ദിവസത്തെ മൊത്തം സംഭവങ്ങളൊക്കെ സെറ്റാക്കി അത്യാവശ്യം ടഫാണ്. എന്നാലും ഞാൻ അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത വീഡിയോ ഒക്കെ നമുക്ക് സെറ്റാക്കാം അത്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ക്ലീൻ ഓൾ ദ ലീവ്സ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. പിന്നെ ഫസ്റ്റ് തന്നെ പറയട്ടെ, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ 5K ആകുമ്പോൾ നമ്മളൊരു ഗിവ് ഒക്കെ പ്ലാൻ ചെയ്ത് ഇപ്പോഴേ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ തരും ഗിവ്. നമ്മൾ 5K ആകുമ്പോൾ നമ്മൾ സെറ്റാക്കും. അപ്പോഴത്തേക്ക് കുറച്ച് പൈസയൊക്കെ ആകുമ്പോൾ നമ്മൾ സെറ്റാക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു 15 സബ്സ്ക്രൈബേഴ്സൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ലൈവൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാം. മിനിമം 50 സബ്സ്ക്രൈബേഴ്സ് വേണം. ഇപ്പം നമുക്ക് 24 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങളോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ 10K വ്യൂവേഴ്സും ആയിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പോൾ അതിനൊരു പ്രത്യേക നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു ഗെയിം ഈ ഇടയ്ക്ക് ഒന്ന് ട്രെൻഡിങ് ആയായിരുന്നു. ഈ ഇടയ്ക്കല്ല, നേരത്തെ പോലെ ട്രെൻഡിങ് ആണ് ഈ ഗെയിം. അപ്പോൾ ഇപ്പോഴാണ് ഞാനത് റോബ്ലക്സിൽ ഒന്ന് കണ്ട്. അപ്പം നേരെ വിചാരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ നമ്മൾ ക്ലീൻ ഓൾ ദ ലീവ്സ് എന്ന് പറഞ്ഞ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഒട്ടും പറഞ്ഞ് താമസിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഗെയിം ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ 2-3 ആഴ്ചയ്ക്ക് ശേഷം നമ്മളിവിടെ വീണ്ടും റോബ്ലക്സിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? ക്രിയേറ്റ് ഗെയിം, സെലക്ട് മാപ്പ്, മാക്സ് പ്ലെയർ 1 മതി, ഈസി മതി, 90 മിനിറ്റാണ്, ഫ്രണ്ട്സ് ഓൺലി ഓഫാണ്. എന്തൊക്കെയുണ്ട്, ഹൗസ് ഇതാണുള്ളൂ, വേറെ സംഗതികളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നമ്മളൊരാൾ തന്നെ മതി ഗൈസ്. അപ്പോൾ ഓക്കെ, ഗെയിം എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കുന്നുള്ളൂ ഗൈസ്, അല്ലാതെ തീർക്കാനൊന്നും പറ്റുമോയെന്ന് എനിക്കറിയില്ല ഗൈസ്. നമുക്ക് നോക്കാം എന്തായാലും. കുറച്ച് നമുക്ക് കളിച്ച് ട്രൈ ചെയ്ത് നോക്കാം. തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല, കാരണം അത്യാവശ്യം നല്ല രീതിക്ക് കാണും. മൈ ഹെഡ് ഈസ് ഹർട്ട് സോ ബാഡ് ആസ് ഓഫ് ലേറ്റ്, ബട്ട് ദ ഡോക്ടർ കീപ് ടെല്ലിങ് മീ ഇറ്റ്സ് നോട്ട് ഇഷ്യൂ. അവന് തലവേദന എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കുഴപ്പമൊന്നുമില്ലെന്ന്. നൗ ഐ ഹാവ് ടു വർക്ക് ടു വാട്ട് എ ഹൊറിബിൾ ഡേ. അവന് കുറേ പണിയാനുണ്ട്, ഇത് ഭയങ്കര പാടുള്ള ദിവസമാണ്. ഇവർ വെക്കേഷന് വേണ്ടി വരുവാണ്. അപ്പോൾ എഴുതി കാണിച്ചവർ, ഹേയ് അറ്റ് ലീസ്റ്റ് ഐ എം ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ദിസ്. ഞാൻ ഇതിന് പൈസ കൊടുക്കണം. ഐ ഹാവ് ടു ക്ലീൻ ദ ഓൾ ലീവ്സ് ബിഫോർ ദേ റിട്ടേൺ. അവർ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവിടെയുള്ള ലീവ്സ് എല്ലാം ക്ലീൻ ചെയ്യണം എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. എനിക്ക് ഇംഗ്ലീഷ് അത്ര വലിയ വശമില്ല, ശരിയാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ് ഇതാ ഗെയിമിലുള്ള എക്സാക്ട്ലി സെയിം വീട് തന്നെ ഗൈസ്. ഈ ഗെയിം ഞാൻ നേരത്തെ കുറേ പേര് കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് എക്സാക്ട്ലി സെയിം. പക്ഷെ ഇവിടെ ചെടിച്ചട്ടിയൊക്കെ ഉണ്ടായിരുന്നു, ഇതിനകത്ത് അതില്ല. പിന്നെ ഇവിടെ ഇത് തന്നെ, ഇതിനകത്ത് ഇത് ഞാൻ നേരത്തെ കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് ഗൈസ്, നമ്മൾ കുറേ യൂട്യൂബേഴ്സൊക്കെ കളിക്കുന്നത്. അപ്പം അങ്ങനെ എനിക്ക് പരിചയമുണ്ട് ഈ സ്ഥലമൊക്കെ. പിന്നെ ഇത് തന്നെയാണ് ഈ സ്വിച്ച്. യു കംപ്ലീറ്റ്ലി ലൈക്ക് ക്വസ്റ്റ്, അങ്ങനെ എന്തോ എഴുതി കാണിച്ച്. ഇതിന് $29 വേണം, ഇതിന് $7 വേണം. ഒക്കെ നമുക്കറിയാം. നമ്മൾ എത്ര കണ്ടേക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തൊട്ടങ്ങ് ക്ലീനാക്കി തുടങ്ങാം. ഇത് സംഗതി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോന്ന് പിക്ക് ചെയ്യണം ഗൈസ്, അതാണ് സംഗതി. നമുക്ക് ഇവിടെ സൈഡിൽ നോക്കി നമുക്ക് കാണാൻ പറ്റും 25 ലീവ്സ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ 5 പിക്ക് ചെയ്തേക്കുന്നത്. ബ്ലോവർ ഉണ്ടോ? ബ്ലോവറിന് റോബക്സ് കൊടുക്കണം ഗൈസ്. അതെന്തായാലും നമ്മുടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ പിക്ക് ചെയ്യണം. ഇതെന്താണ് ഇത്? നമ്മളോട് ഇങ്ങോട്ട് പോകാനാണ് പറഞ്ഞേക്കുന്നത്. സെല്ല് എന്നെ സെല്ലാവാത്ത സെല്ലല്ലേ മുകളിലുള്ളത്? സെല്ലാവാത്ത തന്നെയാണോ? എന്തെങ്ങാത്ത ഇത് ഫുള്ളായില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഫുള്ളായാലാണ്. ഇത് മൗസിൻ്റെ ഇത് കാണിച്ചേക്കണാണ് ഗൈസ്. അങ്ങനെ മൗസ് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് കളിക്കുക. ഇവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട്, പക്ഷേ അതിനകത്ത്
ഇതെന്താണിത്? പക്ഷെ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനങ്ങാൻ പറ്റില്ല. മൗസ് വെച്ചിട്ട് ഓടാനും ബാക്കിലേക്കും സൈഡിലേക്കും ജമ്പും കാര്യങ്ങളൊന്നും പറ്റില്ല. ഓക്കെ, സെല്ല്. ഇതെന്താണ് ഇത്? ഇവിടെ സൈഡിലായിരുന്നല്ലേ, ഇവിടെ ആയിരുന്നു കേസ്. ഞാൻ മുകളിൽ ഈ സെല്ലാണ് ഞാൻ നോക്കുന്നത്. അയ്യോ, ടാബ്. ഇതെന്താ ഇത്? അപ്ഗ്രേഡ് ഉണ്ട്. അപ്ഗ്രേഡിൽ എന്താണ്? സ്പീഡ് കൂട്ടാം. ഹോൾഡിന് $1. നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര ഉണ്ട്? 25 പൈസ. കൊള്ളാം, ഞഞ്ഞായിട്ടുണ്ട് കേസ്. അത്യാവശ്യം ടഫാണല്ലോടെ. ഇവിടെയാണല്ലോ പിക്ക് ചെയ്യണ്ടേ. എല്ലാം ഈ സൈഡിലാണ്. ഞാൻ ആ സൈഡിലേക്ക് നോക്കുന്നില്ല, അതുകൊണ്ട് കണ്ടില്ല. അങ്ങനെ ഓരോന്ന് പിക്ക് ചെയ്യണം കൈസ്. ഇതെന്താടേ സൈഡിൽ കാണിക്കാതെ പിക്ക് ചെയ്യുന്നത്? കാണിച്ചില്ല. ചെറിയ ലേറ്റാണ് കൈസ്, കുറച്ചൊന്ന് ലേറ്റായിരുന്നു. 25 കൈസ്, 25. ഓക്കെ, സെല്ല്. 50 പൈസ ആയിട്ടുണ്ട്. 50 പൈസ വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കൈസ്. നമുക്ക് ആ സ്റ്റെപ്പ് ക്ലീൻ ചെയ്തിട്ട് അകത്തേക്ക് കയറാം. അതിന് കുറച്ച് എളുപ്പം കിട്ടുമായിരിക്കും. ഓക്കെ, സെല്ല്. ലീവ് സെല്ല് 21 പൈസ. നല്ല ടഫാണേ. കാണുന്ന പോലെ അല്ല കേട്ടോ ഗൈസ്. നിങ്ങൾ വേണമെങ്കിൽ എടുത്ത് കളിച്ച് നോക്ക്. നല്ലപോലെ ടൈം എടുക്കുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഇതെന്താടി പിക്കാവാത്ത? എന്താടി പിക്കാവണം? നിങ്ങളും വേണമെങ്കിൽ എടുത്ത് കളിച്ച് നോക്കുക ഗൈസ്. ഞാൻ എന്തായാലും ഒരു $1 ആക്കിയിട്ട് വരാം. ഇപ്പം ആവുമെന്നാണ് തോന്നുന്നത്. ഇതെന്താണ്? ഇതൊക്കെ റോബോക്സ് കൊടുക്കണം. $1 ആയില്ല ഗൈസ്. ശേ, ഇതും കൂടി ഇട്ട് കഴിയുമ്പോൾ $1 ആവും. അപ്പം ഞാൻ അതുകൊണ്ട് ആക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഫൈനലി $1 ആയിട്ടുണ്ട്. എൻ്റെ പൊന്നടാ, $1. ഇപ്പം എന്ത് ചെയ്യും? $1 വെച്ച് എന്ത് അപ്ഗ്രേഡ് ചെയ്യാനാ? ഹോൾഡ് അപ്ഗ്രേഡ് ആക്കിയാലോ? ഞെക്കി പിടിച്ചാൽ അതായിക്കോളും. അതൊരെണ്ണമുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതങ്ങ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പം ചുമ്മാ ഞെക്കി പിടിച്ചാൽ മതി ഗൈസ്. പക്ഷേ ഇത് മൗസ് ഉണ്ടെങ്കിലാണ് കുറച്ചൊരു സെറ്റപ്പ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്പീഡാണ് ഗൈസ് കൂട്ടേണ്ടത്. ഇടയ്ക്ക് അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്, അതാണ് സീൻ. കുഴപ്പമില്ല. ഇതായോ? ഫുള്ളായോ ബാഗ്? ഈ ബാഗ് കുറച്ചൊരു കപ്പാസിറ്റി കൂടണം കേട്ടോ. അത് കൂട്ടിയില്ലെങ്കിൽ കുറച്ച് സീനാണ്. അമ്മീ, ഞാൻ എന്തായാലും ഈ ഭാഗം ഒന്ന് ക്ലീനാക്കി ഫുള്ളൊന്ന് സെറ്റാക്കിയിട്ട് വരാം ഗൈസ്. അങ്ങനെ ഫൈനലി ഗൈസ് ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്തു. പോർച്ച് ഫുൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിനെന്തെങ്കിലും നമുക്ക് കിട്ടുമൊന്നുമില്ല ഗൈസ്. നമുക്ക് സെറ്റാക്കാം. അത് കൊള്ളാമല്ലോ. ഈ സാധനത്തിന് 50 സെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് കിട്ടും. അങ്ങനെയാണെങ്കിൽ 50 പൈസ കൊടുത്ത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. സ്പീഡ് നമ്മൾ ഒരല്പം കൂടിയിട്ടുണ്ട്. ഇതെന്താടി റെയിൻബോ? ഇതെവിടെ റെയിൻബോ? റെഡ് ലീഫ്. ഇനിയിപ്പോൾ അതിന് പൈസ കൂടുതൽ കിട്ടുമോ ഗൈസ്? റെയിൻബോ ലീഫിന് ഇവിടെ ഒരെണ്ണം കിടക്കണം. റെയിൻബോ ലീഫിന് $5 വെച്ച് കിട്ടും ഗൈസ്. 5 പൈസ വെച്ച് കിട്ടും. അങ്ങനെയുണ്ടല്ലേ, അത് നൈസാട്ടോ. നമുക്ക് നെക്സ്റ്റ് ഇവിടെ ക്ലീൻ ചെയ്യാം ഗൈസ്. അതാണ് സെറ്റ്. അവിടെയൊക്കെ എന്ന് വെച്ചാൽ കുറേ ഉണ്ടടേ. നടക്കണ പരിപാടിയല്ലേ ഇതൊക്കെ. മറ്റേ ഗെയിമിലാണെങ്കിൽ പിന്നെ സെറ്റപ്പാണ്. ഇതിനകത്തെന്ന് വെച്ചാൽ നല്ല ടഫാണ് അത് ക്ലീൻ ചെയ്യാൻ. ബാഗിന് എത്രയാ? ബാഗിന് $2. അയ്യോ, ഇതെവിടെയാണ് കയറി പോണം? ഇവിടെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ നിർത്തുക ഗൈസ്. ഇത് ഭയങ്കര ടഫാണ് കേട്ടോ. ഇതിൻ്റെ ബാഗ് അപ്പോഴത്തേക്കും ഫുള്ളായി. ഇതിൻ്റെ പാർട്ട് 2 ഒക്കെ നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. നമുക്ക് സെറ്റാക്കാം. നിങ്ങൾക്ക് ഫുള്ള് ക്ലീനാക്കി കാണണമെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ഫുള്ള് ക്ലീനാക്കി കാണിക്കാം. ഒന്നും നിങ്ങൾ പേടിക്കൊന്നും വേണം, നമുക്ക് സെറ്റാക്കും.
എൻ്റെ പൊന്നു മച്ചാമാരെ, ഇത് ടഫാണേ. ഞാൻ എന്തായാലും ഈ ഭാഗം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനിവിടെ ഏകദേശം ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മളിത് കഴിയും. ഇപ്പം ഇതുവരെ ക്ലീൻ ആക്കിയതല്ല, ഞാൻ സ്പീഡ് റൺ ഇട്ട് ഞാൻ ഈ കാണിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇതുവരെ കണ്ടത് ഫുള്ള് നിങ്ങൾ സ്പീഡ് റൺ ഇട്ടാണ് കണ്ടത്. ഓക്കെ, ഇപ്പം നമ്മൾ ഇത്ര സെറ്റാക്കിയപ്പോൾ നമ്മുടെ കയ്യിൽ 3 രൂപയുണ്ട് ഗൈസ്. 3 രൂപയ്ക്ക് ഒന്നെങ്കിൽ നമുക്ക് ബാഗ് മേടിക്കാം, അല്ലെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ബാഗാണ് കുറച്ചുകൂടി എനിക്ക് ഇതായിട്ട് തോന്നിയത്. അപ്പോൾ കപ്പാസിറ്റി എത്ര ഇടും? ക്യാരി മോർ ലീവ്സ് ബിഫോർ യു ഹാവ് വാക്ക് ബാക്ക് ആൻഡ് സെല്ല്. എവറി ലീവ്സ് മീൻസ് ഫ്യൂവർ ട്രിപ്സ് ആൻഡ് മോർ ടൈംസ് ആക്ച്വലി ക്ലിയറിങ്. ഒന്നും നോക്കില്ല ഗൈസ്, ഞാൻ നേരെ അങ്ങ് മേടിച്ചു. അയ്യോ, നമുക്ക് 75 ലീവ്സ് കിട്ടും, വയ്ക്കാൻ പറ്റും ഗൈസ്. അല്ല, വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി പിന്നെ എന്താണ്, ഇവിടെ ഇത് അൺലോക്ക് ചെയ്യണമെങ്കിൽ $1 ഒന്നാ വേണ്ട, വേറെ സെറ്റപ്പായിരുന്നു. നിങ്ങൾ കാണിച്ചു തരാമെന്ന് ഓർത്തായിരുന്നു. എന്നാൽ സ്പീഡ് റണ്ണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് സംഗതി. ഞാനെന്തായാലും ഈ ഒരു ഭാഗം കൂടെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നിർത്താം ഗൈസ്. ഇത് ഫുള്ള് ക്ലീൻ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നല്ല ലോങ് ആവും വീഡിയോ. നിങ്ങൾക്ക് ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മൾ സെറ്റാക്കും ഗൈസ്. നിങ്ങൾ പറയുമ്പോൾ നമ്മൾ ചെയ്തിരിക്കും. ഇതെന്താണ് ഇങ്ങോട്ടൊക്കെ തുറന്ന് കയറാൻ പറ്റും? ഇപ്പോൾ പറയാൻ പറ്റില്ല, ഇപ്പോൾ തുറക്കാൻ പറ്റില്ല. അപ്പം നിങ്ങളെന്തായാലും പറയുക. അപ്പോൾ ഞാൻ ഇതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം, നിങ്ങൾക്ക് സ്പീഡ് റൺ ഇട്ട് കാണിക്കാം. അതാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതുകൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. അങ്ങനെ ഗൈസ് ഞാൻ ഈ ഭാഗവും ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഫുള്ള് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾ സ്പീഡ് റൺ ഇട്ട് ഫുള്ള് കണ്ട് കാണും. പിന്നെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു. ഇത് ഞാൻ 2 എണ്ണമാക്കി. ഡെക്സ്റ്ററിറ്റി എന്ന് പറഞ്ഞ സാധനം ഒരു 2 എണ്ണമാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇല പിക്കപ്പ് ചെയ്യുന്നത് 2 വെച്ചിട്ടാക്കിയിട്ടുണ്ട്. 2 വെച്ച് ഇപ്പോൾ ഇല പിക്കപ്പ് ചെയ്യും. അപ്പോൾ അത്ര സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും കൂടി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താലോ എന്ന് എനിക്ക് തോന്നുന്നു. ഇത് റിപ്പയർ ചെയ്തു ഞാൻ. ഇത് റിപ്പയർ ചെയ്തുകൊണ്ടാണ് ഇത്രയും ഭാഗത്ത് ലീഫ് ഫുൾ അത് വലിച്ചെടുത്തു. അതിന് $0 ആയിരുന്നു, അതുകൊണ്ട് ഞാൻ നോക്കിയില്ല, റിപ്പയർ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. ഇവിടെ എന്തോരം നമുക്ക് ക്ലീൻ ചെയ്യണം ഗൈസ്. നമുക്ക് ഈ വഴിയും കൂടി ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി സെറ്റപ്പ് ആണെങ്കിൽ നമുക്ക് ആ ഭാഗവും ഈ ഭാഗമൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത്രയും കൂടി ക്ലീൻ ചെയ്യുന്ന നിങ്ങൾക്ക് സ്പീഡ് റണ്ണിട്ട് കാണും, അല്ലെങ്കിൽ നല്ലപോലെ ലാഗാവും വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് റണ്ണിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് സ്പീഡ് റണ്ണിട്ട് കണ്ടിട്ട്. അപ്പോൾ ഫൈനലി ഗൈസ് ഞാൻ ഇതും കൂടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എൻ്റെ കയ്യിൽ $6 ഉണ്ട് ഗൈസ്, $6. അപ്പോൾ എത്രയോ നമ്മൾ ഈ ഒരു നടപ്പാത ഫുൾ നമ്മൾ സെറ്റാക്കി വീട്ടിലേക്ക് വന്ന് കയറുന്ന എത്രയോ സാകും. ഇവിടെ കൂടെ കുറച്ച് കിടക്കുന്നുണ്ട്, വേണമെങ്കിൽ ഇതുകൂടി എടുത്തേക്കാം. ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൂടെ നോക്കി കാണാൻ പറ്റും. ഇത് ഗ്രാസ്പോ അങ്ങനെ എന്താ സാധനം, അത് ഇല പിക്കണ സാധനം ഞാൻ 2 എണ്ണം ആക്കിയിട്ടുണ്ട്. പിന്നെ സ്പീഡ് ഞാൻ 2 എണ്ണം തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റൊന്നും വരുത്തിയിട്ടില്ല. മറ്റേത് ഫുള്ളാണ്. ഇത് നമുക്ക് നല്ലപോലെ കൂട്ടാം ഗൈസ്. നമുക്ക് സ്പീഡ് നമ്മുടെ ഉള്ള പൈസ വെച്ച് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കൊരു ബാഗ് സെറ്റാക്കണം. അപ്പം നമ്മൾ ഈ ഭാഗം കൂടി അതുപോലെ തന്നെ സ്പീഡ് റൺ ഉണ്ടെന്ന് നിങ്ങൾ കാണും. അപ്പം ഞാൻ ഈ ഭാഗം കൂടി ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ക്ലീൻ ചെയ്ത് ഫുള്ളാക്കിയിട്ട് ഞാൻ വരാം. അപ്പോൾ ഗൈസ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫൈനലി 10 രൂപയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഒരു ഭാഗത്തോളം നമ്മൾ ക്ലീൻ ചെയ്തു. അപ്പോൾ $10 ആയ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഇവിടെ പോയി ബാഗ് നമുക്ക് മേടിക്കാം. ഇനി നമുക്ക് നേരെ കിട്ടുന്നത് 75 നിന്ന് 500ലേക്കാണ്. ഇനി അടുത്ത ബാഗിന് $35 ആണ്, അത് 1000 ആവും നമുക്ക് പിക്കപ്പ്. ഇത് നിങ്ങളുടെ സൈഡിൽ നോക്കി കാണും. 500 നമുക്ക് ലീവ്സ് നമുക്ക് പിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ബാക്കിയും കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ വരാം ഗൈസ്. അങ്ങനെ ഫൈനലി ഗൈസ് ഞാൻ ഈ ഭാഗം ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ
ഒരെണ്ണം കളയുമ്പോൾ നമുക്ക് 4 ഗൈസ് 6 പോയിൻ്റ് എത്ര ഡോളർ കിട്ടും നമുക്ക് ഒരു 500 ഇത് കളയുമ്പോൾ. നമുക്കിനി ഇവിടെ കുറച്ച് ഭാഗം കൂടിയാണ് ഇനി നമുക്കിവിടെ ക്ലീൻ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇന്ന് ഇത്ര മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ബാക്കിയും കൂടി സെറ്റാക്കാം. വീഡിയോ ലോങ് ആവുന്നുണ്ടോ ഷോർട്ട് ആവുന്നുണ്ടോ എഡിറ്റിങ് കുറവാണോ? എഡിറ്റിങ് മിക്കവാറും കുറവായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഉറപ്പായിട്ടും നമ്മൾ ഇനിയുള്ള വീഡിയോയിലൊക്കെ നമുക്ക് അത് സെറ്റാക്കാം. അപ്പോൾ നിങ്ങളുടെ അനുസരണമാണ് ഞാൻ വീഡിയോ ഒക്കെ സെറ്റാക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി ഈ വീഡിയോ തന്നെ ഫുള്ള് ക്ലീൻ ആക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഫുള്ള് നമുക്ക് സെറ്റാക്കാം. അതുപോലെ നിങ്ങൾ 50 സബ്സ്ക്രൈബേഴ്സ് ആക്കുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ മൾട്ടിപ്ലെയറിലൊക്കെ വന്നിട്ട് നമുക്ക് ഇവിടെ മൊത്തം ക്ലീൻ ഒക്കെ ചെയ്യാം. നമുക്ക് നിങ്ങളുമായിട്ടൊക്കെ നമുക്ക് കളിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ ബായ്.